ആദ്യമായി ഹിന്ദുധർമ്മത്തിനും സനാതനധർമ്മത്തിനും അംഗീകാരം നൽകി ഫ്രാൻസ്, ബെൽജിയം സർക്കാരുകൾ. ഫ്രഞ്ച് ഗവൺമെന്റ് ഹരേ കൃഷ്ണ പ്രസ്ഥാനം അഥവാ ഇസ്കോൺ എന്ന സംഘടനയുടെ കീഴിലുള്ള ഫ്രാൻസിലെ 2 ക്ഷേത്രങ്ങൾ ടാക്സ് ഫ്രീ ആയി പ്രഖ്യാപിച്ചു. ഈ 2 ക്ഷേത്രങ്ങളും ഇപ്പോൾ ഫ്രഞ്ച് ഗവൺമെന്റ് ഔദ്യോഗികമായ റിലീജിയസ് ചാരിറ്റി സ്റ്റാറ്റസ് നൽകിയാണ് അംഗീകരിച്ചിരിക്കുന്നത്. ബെൽജിയം ഗവൺമെന്റ് ആകട്ടെ ബെൽജിയം ഹിന്ദു സൊസൈറ്റി എന്ന സംഘടനയ്ക്ക് ചരിത്രത്തിൽ ആദ്യമായി സബ്സിഡി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബെൽജിയം ഹിന്ദു സൊസൈറ്റി എന്ന സംഘടനയിൽ ബെൽജിയത്തിൽ താമസിക്കുന്ന ഇന്ത്യക്കാരായ ഹിന്ദുക്കൾ മാത്രമല്ല, വിദേശികളായ ഹിന്ദുധർമ്മം അനുഷ്ഠിച്ചു വരുന്നവരും ഉണ്ട്. ഫ്രാൻസിലെ ഇസ്കോൺ ക്ഷേത്രങ്ങൾ നടത്തുന്നത് ഭൂരിഭാഗവും വിദേശികളാണ്. അവിടെ താമസിക്കുന്ന ഇന്ത്യക്കാർ ക്ഷേത്ര ദർശനത്തിനായി വരാറുണ്ടെങ്കിലും ഈ ക്ഷേത്രങ്ങളുടെ നടത്തിപ്പും ഭരണവും പല ചുമതലകളും അവിടുത്തെ പൂജയും ആരാധനകളും യാഗങ്ങളും ഉത്സവങ്ങളും എന്തിന് വേദപഠനങ്ങളും വരെ നടത്തുന്നതും നേതൃത്വം കൊടുക്കുന്നതും എല്ലാം വിദേശികളാണ്. ബെൽജിയത്തിലും ഇസ്കോൺ സംഘടനയുടെ കീഴിൽ വലിയ ക്ഷേത്രവും നിരവധി വിദേശികളായ കൃഷ്ണഭക്തരുമുണ്ട്. അവിടെയും ഭൂരിഭാഗം എല്ലാ കാര്യങ്ങളും വിദേശികൾ തന്നെയാണ് നടത്തിവരുന്നത്. പൂജകളും ഉത്സവങ്ങളും യാഗങ്ങളും ഹോമങ്ങളും വേദപഠനങ്ങളും എല്ലാം വിദേശികളായ സനാതനധർമ്മ വിശ്വാസികൾ നടത്തുന്നു. ഈ ക്ഷേത്രത്തിലുള്ള ബ്രഹ്മചാരിമാരും സന്യാസിമാരും എല്ലാവരും തന്നെ വിദേശികളാണ്. ഫ്രാൻസിലും ബെൽജിയത്തിലും ലോകത്തിന്റെ മറ്റു പല വിദേശ രാജ്യങ്ങളിലുള്ളവരാണ് കാവിയുടുത്ത് ജപമാല ധരിച്ച് തലമുണ്ടനം ചെയ്ത് കുടുംബം വെച്ച് ഹരിനാമം ജപിച്ച് അവിടെയുള്ളവരെ ഭഗവത്ഗീതയും ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും സന്ദേശം പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഇവർക്കൊക്കെ നല്ല ഭംഗിയായി തന്നെ സംസ്കൃതം അറിയാം. ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളൊക്കെ നമുക്ക് അറിയില്ലായിരിക്കും, പക്ഷേ ഇവർക്കതെല്ലാം മനഃപാഠമാണ്. ബെൽജിയം, ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളിൽ ഹരേ കൃഷ്ണ പ്രസ്ഥാനം നടത്തുന്ന നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അവരുടെ നല്ല പ്രവൃത്തികളും കാരണം ഇന്ത്യൻ സംസ്കാരം ഈ രാജ്യങ്ങളിൽ വളരെയധികം ബഹുമാനിക്കപ്പെടുന്നു. മാത്രമല്ല, ഈ രാജ്യങ്ങളും നമ്മുടെ പ്രധാന സേവകനായ മോദിജിയും തമ്മിലുള്ള വളരെ നല്ല ബന്ധവും ഈ രാജ്യങ്ങളിൽ സനാതനധർമ്മം പടർന്നു പന്തലിക്കാൻ സഹായിക്കുന്നു. ഇസ്കോൺ എന്ന സംഘടന ലോകത്തെ തന്നെ ഏറ്റവും വലിയ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു വലിയ ജീവകാരുണ്യ പ്രസ്ഥാനം കൂടിയാണ്. ക്ഷേത്രങ്ങളുടെ ഒരു ശൃംഖല മാത്രമല്ല, ആളുകൾക്ക് ഫ്രീ ആയി അന്നദാനം നടത്തുക, പ്രകൃതി ദുരന്തങ്ങളിൽ ആളുകളെ സഹായിക്കുക, പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുക, ആദിവാസികൾ തങ്ങുന്ന സ്ഥലങ്ങളിൽ അവർക്ക് സഹായങ്ങൾ നൽകി അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ സഹായിക്കുക, അങ്ങനെ ഈ സംഘടന ലോകം മുഴുവൻ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ഫ്രാൻസിലും ബെൽജിയത്തിലും ഒക്കെ വിശന്നു വലഞ്ഞ പട്ടിണി കൊണ്ട് വലയുന്ന ഒട്ടനവധി ആളുകൾക്ക് സ്ഥിരമായി ഭക്ഷണം കൊടുക്കുന്ന ഒരു സംഘടന കൂടിയാണ് ഇസ്കോൺ. അതുമാത്രമല്ല, പുകയില, മദ്യപാനം, മയക്കുമരുന്ന് ഉപയോഗം ഇവയെല്ലാം തെറ്റാണെന്നും ഈ സംഘടന പഠിപ്പിക്കുന്നു. അഹിംസയും ഈ സംഘടന പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ സസ്യഭുക്കുകളായി പാവപ്പെട്ട മൃഗങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനുള്ള പ്രയത്നങ്ങൾ നടത്തുന്നു. പ്രായമായി ഒരുപക്ഷെ പാൽ ചുരത്താൻ നിവൃത്തിയില്ലാത്ത പശുക്കളെ വരെ ഈ സംഘടന സംരക്ഷിക്കുന്നുണ്ട്. ഗോസംരക്ഷണത്തോടൊപ്പം പ്രകൃതി സംരക്ഷണവും ഈ സംഘടന നടത്തുന്നുണ്ട്. പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി ഇവർ നിരവധി പ്രോജക്റ്റുകൾ ആവിഷ്കരിക്കുന്നു. ഫ്രാൻസ്, ബെൽജിയം തുടങ്ങിയ സ്ഥലങ്ങളിലെ ഇവരുടെ അമ്പലങ്ങളിൽ ഇവർ സൂര്യപ്രകാശം കൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക, വെള്ളം വളരെ എഫിഷ്യൻ്റായി മാനേജ് ചെയ്യാനുള്ള പ്രോജക്റ്റുകൾ നടത്തുക, ഇവരുടെ അമ്പലങ്ങൾക്ക് അടുത്തു നിൽക്കുന്ന കാടുകൾ സംരക്ഷിക്കുക തുടങ്ങി പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയും വളരെയധികം കാര്യങ്ങൾ നടത്തിവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യങ്ങളിൽ ഇവിടുത്തെ ഗവൺമെൻറ്റുകൾ ഇവരെ ഔദ്യോഗികമായി തന്നെ അംഗീകരിച്ചിരിക്കുന്നത്.